കാര്യം പറഞ്ഞത്. ഇനി ഉള്ളതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചാൽ മതി. എനിക്കിപ്പോ നേരമില്ല. ഞാൻ ജനറൽ ബോഡിക്ക് പോയിട്ടേ വരും. നിനക്ക് ആ മുഹൂർത്താകുമ്പോഴാണോ ഇതൊക്കെ പറയാൻ നേരം? ഞാൻ പോയിട്ടു. പിതാവേ, നല്ല സമയത്തിന് ഞങ്ങളൊക്കെ നന്ദി പറയുന്നു. ജനറൽ ബോഡി മീറ്റിംഗ് ഞങ്ങൾ കൂടി വരുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ സെമിത്തേരിയുടെ പണിയൊക്കെ പൂർത്തീകരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൂടി നമുക്ക് കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ആയിട്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. വിശദമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഭയുടെ സെക്രട്ടറിയെ ഞാൻ ക്ഷണിച്ചോളും. ജനറൽ ബോഡി മീറ്റിംഗ് ആയിട്ട് നമുക്ക് കടന്നു വരാൻ സഹായിച്ചല്ലോ. പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ സെമിത്തേരിയുടെ പണി വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് ദൈവം സഹായിച്ചു. 12 സെല്ലുകൾ നമുക്ക് പണിയാൻ ദൈവം സഹായിച്ചു. അല്ലേ പാസ്റ്റർ? 12 സെല്ലുകൾ ദൈവം പണിയാൻ സഹായിച്ചു. നമ്മുടെ ചില സഹോദരന്മാരുടെ താല്പര്യപ്രകാരം അവർക്ക് കുടുംബ കല്ലറകൾ പണിയണമെന്ന് ഒരു താല്പര്യം അറിയിക്കേണ്ടതായിത്തീരുന്നു. അങ്ങനെ പാസ്റ്റർ, കുടുംബ കല്ലറ. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം ബാക്കി കിടപ്പുണ്ടല്ലോ. അപ്പോൾ ആ സ്ഥലത്ത് കുടുംബ കല്ലറകൾ പണിയണം. അതിനെന്തെങ്കിലും എതിരുകളുണ്ടോ, അങ്ങനെ ചെയ്യാൻ സഹായം പറ്റുമോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ചർച്ചിന് വരുമാനം ഉണ്ടാക്കുന്നില്ല, കുടുംബ കല്ലറകളല്ലേ. അപ്പോൾ അവരവരുടെ കയ്യിൽ നിന്ന് വാശി കൊടുക്കും. ചർച്ചിന് ഗുണം ഉണ്ടാവണമല്ലോ. ഇവിടെ നടക്കത്തില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സെല്ല് പണിത്. പിന്നെ എല്ലാവരും കുടുംബക്കല്ലറ പണി. നാളെ ബാക്കി കിടക്കുന്ന സ്ഥലത്ത് ഒരുത്തം വന്നേച്ച് 10 മൂട് വാഴ വെച്ചോട്ടെ ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞ ശരി, അത് ശരിയാ. അത് ശരിയാ, അത് ശരിയാ. പറഞ്ഞ അച്ഛൻ പറഞ്ഞ ശരിയാ. ബ്രദർ പറഞ്ഞ ശരിയാ. നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ഒരു സഭയിൽ ആരാധിക്കുന്നവരാ. ചാകുമ്പോഴും ഒരുമിച്ച് ഒരു കുടി തന്നെ കിടന്നാൽ മതി. ഇവിടെ ഷെല്ലല്ല വേണ്ടത്, സെല്ലാ. അതാ ശരി, അതാ ശരി. ഭൂരിപക്ഷം ആൾക്കാർക്ക് ഒരേപോലെ സെല്ല് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? പൈസ പോലെ മുടക്കില്ല കേട്ടെ. നടക്കത്തില്ല ഇവിടെ. അതെന്ത് പരിപാടി എങ്ങനെ പറയുന്നത്? ചാട്ടിയുടെ പോലെ ഇത് സഭയുടെയാ. എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ പാവങ്ങളുടെ കൂടെ കിടക്കാൻ വേണ്ടി തന്നെയാ. ഇവിടെ പണ്ഡിതനായാലും പാടനായാലും പൂജാരിനായാലും കുബേരനായാലും ഇവിടെ ഒരു തീരുമാനം സാബുവാനെ എങ്ങനെയാ പറഞ്ഞത്? ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഒരു തീരുമാനത്തിനാണ് നമ്മളിവിടെ കൂടി. പറ്റത്തില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുക, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. പ്രിയ പിതാവേ, വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക് അടുത്ത് വരുന്നു. കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിലും ദൈവിക തീരുമാനത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പെട്ടെന്ന് കഴിച്ചോ. സാബുവാനെ നിങ്ങളുടെ സാബുവിനെ പറ്റി ഇംഗ്ലീഷ് പറയാം. സാബുവിനെ നിർത്തി വീട്ടിൽ പോകോ. സാബുവിനെ നിർത്തി പോകോ. ഞാൻ തീരുമാനം ഉണ്ടാക്കാം. സാബുവിനെ വീട്ടിൽ പോകും. മമ്മീനെ വിളിച്ചിട്ട് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ചൂടുവെള്ളം കൊണ്ടുവരാൻ പറ കുഞ്ഞെ. ഇന്നലെ ഞാൻ വന്നപ്പോ എനിക്ക് നെഞ്ചിനകത്ത് നാട്ടുകാർ മുഴുവൻ പ്രാഗിയാലും കുഴപ്പമില്ല, നീ പ്രാകുന്നത് പാപ്പിച്ചായോ
അഭിജയ പ്രസിഡോട്ട് എന്താ മോത്തര ക്ഷീണം തോന്നല്ലോ. പാസ്റ്ററെ, ആ ഞാൻ ഇതിന് ജനറൽ ബോഡി കഴിഞ്ഞ് വന്നപ്പോൾ ആ, ജനറൽ ബോഡി. എന്നാ അറിയില്ല. എന്താണ് വിശേഷം? ഓളെ ഫോണിലാണോ? എപ്പോഴും ഫോണിലാക്കല്ലേ? ഇന്നലെ വൈകുന്നേരം ഇവിടെ കുറച്ച് കപ്പ കഴിക്കാൻ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണല്ലോ കപ്പ. ആ ഗ്യാസിന്റെ പേരുള്ളതുകൊണ്ട് ആ പറ്റത്തില്ല. അത് ശരി. ഇപ്പൊ കപ്പയ്ക്കായി. ഞാൻ കോഴി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കി തരാമായിരുന്നല്ലോ. പാസ്റ്ററെ, ഞാൻ വരുമ്പേ ജനറൽ ബോഡി കഴിഞ്ഞിട്ട് ബോഡി പാസ്റ്റർ കാണും. എല്ലാത്തിനും ഒരു സമയമില്ല. കുറച്ചൊക്കെ എന്നാലും ഇത് വേണ്ട. ഞാൻ കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി കാണുന്നു. ഞാൻ എന്ത് കറി വെച്ചാലും കിട്ടും. ഞാൻ എന്ത് പറഞ്ഞാലും കിട്ടും. എന്താ ഈ സ്വഭാവം മാറാം? ഈ മനുഷ്യനോട് ചിരിച്ച് ഞാൻ മടുത്തു. പാപ്പിച്ച ദൈവസ്നേഹത്തിന് ഞാൻ ഒരു കാര്യം പറയാം. അച്ഛന് വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ? അച്ഛൻ കുറച്ചൊക്കെ നൽകുന്നതൊക്കെ. കാരണം ഇന്നലെ നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് അച്ഛൻ കാണിച്ചത് വളരെ മോശമായിരുന്നു. കാര്യം പറയുന്നതൊക്കെ ശരി, അത് വേണമെന്നാണ്. ഒന്നും പറഞ്ഞ് ഇങ്ങനെ ചൂടാൻ പാടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും അത് വളരെ വിഷമമായിട്ടുണ്ട് കേട്ടോ. പാസ്റ്ററെ, പാസ്റ്റർ പറഞ്ഞേ ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ അടുത്ത സഭയിൽ എഴുന്നേറ്റ് എല്ലാവരോടും ക്ഷമ. അത് വേണം, തീർച്ചയായിട്ടും അത് വേണം. അച്ഛൻ എനിക്ക് നല്ല മനസ്സിലേക്ക് കാണുന്നുണ്ട്. എന്തോ അച്ഛന് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്തൊരു അതിന് മാറുന്നില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ വല്ലതും പോകണോ? ചൂടോടെ കൂടി ഹോസ്പിറ്റലിൽ വല്ലതും വേണോ? വണ്ടി വല്ലതും വിളിക്കാം, ആംബുലൻസ് വിളിക്കാം. പ്രാർത്ഥിച്ചാൽ അല്ല നമ്മുടെ മത്തായിച്ചനെ ആരെങ്കിലും വിളിക്കാം. വിളിക്കണോ? ഓക്കെ, പ്രാർത്ഥിക്കാം. എന്നാ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ കേട്ടെ. നമ്മുടെ റിങ്കിയമ്മയുടെ കാല് വികരിക്കാന്ന് പറഞ്ഞാൽ അവിടെ കൂടെ ഒന്ന് കയറണം. അച്ഛാ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ പാപ്പിച്ചായൻ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അടുത്ത ദിവസം തന്നെ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. ദൈവസഭയ്ക്ക് എന്റെ താതൻ ചെയ്യുകയില്ല ദോഷമായി ഒന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല എന്നെ അവനാടിച്ചാലും ശുദ്ധമായ നാമം ഈ പാൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദീർഘവർഷങ്ങളായി നമ്മുടെ സഭയോട് ഒരുമിച്ച് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച നമ്മുടെ പ്രിയപ്പെട്ട പാപ്പിച്ചായന്റെ വേഗത്തിലുള്ള മരണം നമ്മെ ഏവരെയും വളരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സ്വദേശത്തും വിദേശത്തുമായിരുന്ന നമ്മുടെ പല സഹോദരങ്ങൾക്കും എത്തിച്ചേരാൻ കഴിയാത്തതിനാലാണ് നമ്മൾ ഇങ്ങനെ ഒരു അനുസ്മരണ യോഗമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത്. പ്രത്യേകം നമ്മുടെ സെൻട്രൽ പാസ്റ്ററും സ്ഥലത്തില്ലാത്തതിനാൽ അദ്ദേഹവും ഇന്നത്തെ അനുസ്മരണ യോഗത്തിൽ നമ്മൾ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും അനുസ്മരിക്കാൻ ഒത്തിരി വാക്കുകൾ ഉണ്ടാവും അച്ഛനെ പറ്റി. എങ്കിലും ചുരുക്കം ചിലർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സമയം വേർതിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ സഭയെ പ്രതിനിധിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ സെക്രട്ടറി പ്രിയ സണ്ണിക്കുട്ടി സംസാരിക്കും. അതിനുശേഷമായിട്ട് നമ്മുടെ യൂത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ സാബുമാൻ ചാണ്ടി നമ്മളോട് സംസാരിക്കും. ഒടുവിലായി നമ്മുടെ ലീലാമാമ ചില വാക്കുകൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. വേഗത്തിൽ ഓരോരുത്തരും 2 വാക്കിലധികം സംസാരിക്കരുത്. വേഗത്തിൽ ഓരോരുത്തരും സംസാരിച്ചു. വളരെ വേദനാനിർഭരമായ ഈ അവസരത്തിൽ ഞങ്ങളുടെ എവിടെയും പ്രിയങ്കരനായ പാപ്പിച്ചാനെ പറ്റി 2 വാക്ക് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ സമയത്ത് വളരെ നിരാശ നിറഞ്ഞു കെട്ടി നിൽക്കുന്ന ഈ സമയത്തിൽ എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെ എവിടെയും പ്രിയങ്കരനായ പാപ്പിച്ചാനെ ഞാൻ പരിചയപ്പെടുന്നത് 1996 ഞങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളൊരുപാട് 2 അറ്റത്തിരുന്ന് കർത്താവിനെ ആരാധിച്ചവരാണ്. വളരെ സ്നേഹവും വളരെ സന്തോഷവും നിറഞ്ഞ എപ്പോഴും ചിരിക്കുന്ന പാപ്പിച്ചായൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമായിരുന്നു. കമ്മിറ്റിയിലൊക്കെ കടന്നു വന്നാൽ തന്നെ അദ്ദേഹം വളരെ ശാന്തനും വളരെ സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന ഞങ്ങളുടെ പാപ്പിച്ചായനെ വളരെ സ്നേഹത്തോടെയാണ് ഞാനിന്ന് ഓർക്കുന്നത്. അത് വളരെ സഹായസന്നദ്ധനായിരുന്നു. നമ്മുടെ സഭയിലെ ചിലർക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ സഭയിലെ വേർപാടോടനുബന്ധിച്ചുള്ള ചില സമയത്ത് വാക്കുകൾ കിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട്. നമ്മളെല്ലാവരെയും പിതൃതുല്യം സ്നേഹിച്ച ഒരു വലിയ മനസ്സിനുടമയായിരുന്നു അദ്ദേഹം. മകനെ എന്ന് വിളിക്കാതെ ഒരു നിമിഷം പോലും അദ്ദേഹം മുമ്പോട്ട് പോയിട്ടില്ല. നേരിൽ കാണുമ്പോൾ എല്ലാം സ്നേഹത്തോടെ കൈതരുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും എനിക്ക് പല സാഹചര്യങ്ങളിലും ഒരു മോട്ടിവേഷൻ ആയിരുന്നു. എനിക്ക് മാത്രമല്ല, പ്രിയ സെക്രട്ടറി പറഞ്ഞ പോലെ
യുവജനങ്ങൾക്കെല്ലാം ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു പ്രകൃതമായിരുന്നു. വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. പ്രിയ അമ്മാമയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പ്രിയ ചായൻ ഞങ്ങളെ വിട്ട് ഇത്ര വേഗം കടന്നു പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവർ വിഷമം കാണുമ്പോൾ കുഞ്ഞു കുട്ടിയെ പോലെ അലിയുന്ന ഒരു നിഷ്കളങ്ക ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പിണക്കങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുതല് പ്രിയ ഞങ്ങൾ സ്നേഹത്തോടെ പാപ്പിമോൻ എന്ന് വിളിക്കുന്ന പാപ്പിയെ അറിയാം. അന്ന് ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കാലത്ത് പാപ്പി ഒരു കുഞ്ഞു പൈതലാണ്. ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ സന്തോഷത്തോടും വിശ്വസ്തയോടും കൂടെ ആരാധിക്കുന്നതും